ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുന്ന ഒരു നിമിഷം, ദൈവം തന്നെ നമ്മളെ വിട്ടുപോയെന്ന് തോന്നുന്ന സമയം, അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഈ കഥ ഒരു മനുഷ്യന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു രാത്രിയുടെ കഥയാണ്. കുരിശിന് മുമ്പിൽ നിന്ന ഒരു രാത്രി. നഗരത്തിന്റെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ തോമസ് എന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അവനൊരു സാധാരണ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു. ബാല്യത്തിൽ ഓരോ ഞായറാഴ്ചയും അവൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കാലം കടന്നുപോയപ്പോൾ ജീവിതത്തിന്റെ തിരക്കുകളും പ്രശ്നങ്ങളും അവനെ ദൈവത്തിൽ നിന്ന് അകറ്റി. ഒരു ദിവസം തോമസിന്റെ ജീവിതം പൂർണ്ണമായും മാറി. അവന്റെ ജോലി നഷ്ടപ്പെട്ടു, കടങ്ങൾ കൂടി വന്നു, കുടുംബത്തോടുള്ള ബന്ധം പോലും തകർന്നു. ഒരു രാത്രി മഴ പെയ്യുന്ന സമയം മനസ്സ് തകർന്ന അവൻ ഒറ്റയ്ക്ക് റോഡിലൂടെ നടന്നു. അവൻ ചിന്തിച്ചു, ദൈവമേ, നീ ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കിത്ര കഷ്ടമെന്തിന്? അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പള്ളി അവന്റെ കണ്ണിൽപ്പെട്ടു. വാതിൽ തുറന്നിരിക്കുന്നു. അകത്ത് ആരുമില്ല. അവൻ അകത്ത് കയറി കുരിശിന്റെ മുമ്പിൽ നിന്നു. ആ കുരിശിൽ കഷ്ടത അനുഭവിച്ച യേശുവിനെ നോക്കി നിന്നപ്പോൾ അവന്റെ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു. അവൻ മനസ്സിൽ പറഞ്ഞു, നീ ഇത്രയും കഷ്ടം സഹിച്ചുവെങ്കിൽ ഞാൻ ഇത്രയും ചെറിയ കഷ്ടത്തിൽ തകർന്നു പോകുന്നതെന്തിന്? ആ നിമിഷം അവന്റെ ഉള്ളിലൊരു സമാധാനം നിറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ അവനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ തുടങ്ങുന്നു. പ്രാർത്ഥന, പള്ളിയിൽ പോകൽ, പഴയ തെറ്റുകൾ തിരുത്തൽ. ഇതിലൂടെ പതിയെ പതിയെ അവന്റെ ജീവിതം തിരികെ വരാൻ തുടങ്ങി. കുരിശ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവം നമ്മളെ ഒരിക്കലും വിട്ടുപോകില്ല. എന്ത് കഷ്ടം വന്നാലും അത് കടന്നുപോകും. ഇന്ന് നിങ്ങൾക്കും ഒരുപക്ഷെ ഒരു കുരിശിന്റെ രാത്രിയായിരിക്കാം. പക്ഷേ വിശ്വാസം കൈവിടരുത്. കാരണം പ്രഭാതം വരും.